കണ്ണൂർ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ വൻ തീപിടുത്തം. ബസ് സ്റ്റാൻഡിലെ KV കോംപ്ലക്സിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. നിരവധി കടകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. തീ കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. മിഥുനിലേക്ക് പോകുന്നു. മിഥുൻ, ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യം? തീ പടർന്ന ഉടൻ തന്നെ ആളുകളെ ഉൾപ്പെടെ കടകളിൽ നിന്ന് ഒഴിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള സംശയം പറയുന്നുണ്ടോ? അബദ്ധവശാൽ ആരെങ്കിലും ഈ കടകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യമുണ്ടെന്ന്? രോഹിണി, ഇപ്പോഴും ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഇടതുഭാഗത്തെ അതിൻ്റെ ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് തന്നെയാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് എത്രത്തോളം വ്യാപ്തി ഉണ്ട് എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അത്രയേറെ ഈ തുടക്കം ഈ ഒരു ഭാഗത്തായിരുന്നെങ്കിൽ പോലും അത് പിന്നീട് ആ റോഡിന് ഒരു ഭാഗത്തുള്ള കെട്ടിടത്തിലേക്ക് മുഴുവൻ ആളിപ്പടരുന്നൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ തീ പടർന്ന ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കടമുറികളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് ഈ പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മറ്റ് ആളപായമോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും ഒരു സൂചന തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാലും ഈ തീ പൂർണ്ണമായും കെടുത്തിയതിന് ശേഷം ഈ ഭാഗത്ത് ഈ കടമുറികൾ ഉൾപ്പെടെ പൂർണ്ണമായും പരിശോധന നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും അപായം പറ്റിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു ആ സമയത്ത് മാത്രമേ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇപ്പോഴൊരു ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ്. കാരണം തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഇവിടെ ഫയർഫോഴ്സ് അടക്കം ഈ സ്ഥലത്തേക്ക് എത്താൻ വൈകിയതടക്കം ഒരു വിമർശനമായി ഇപ്പോഴും ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് സാധിക്കുന്നത്. നാട്ടുകാരെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പലപ്പോഴും ഈ പോലീസിനോടും മറ്റു ആളുകളോടും ഈ നാട്ടുകാർ തട്ടിക്കയറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായാലും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി കഴിഞ്ഞ ശേഷം ഈ കടമുറികൾ ഉൾപ്പെടെ പരിശോധന നടത്തിയാൽ മാത്രമേ ആളുകൾക്ക് എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ തീപിടുത്തമുണ്ടായ കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നേരെ പുറകിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അവിടെയാണ് വലിയ രീതിയിൽ ആൾക്കാർ തടിച്ചുകൂടിയിട്ടുള്ളത്. ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആളുകളെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണോ പോലീസിനെതിരെയും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. എത്താൻ വൈകി എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണോ ഇപ്പോൾ നിലവിൽ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധ സ്വരം ഉയർത്തുന്നത്? തീർച്ചയായും തുടക്കഘട്ടത്തിൽ ഇവിടേക്ക് എത്താൻ വൈകിയെന്നൊരു കാര്യം പറഞ്ഞതുകൊണ്ട് അത് തന്നെയാണ് ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ നമ്മൾ തീയുടെ ഒരു തീവ്രത അല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഈ രണ്ടാം നിലയിലേക്കും മൂന്നാം നിലയിലേക്കും ഫയർഫോഴ്സിന് ഇപ്പോൾ കയറി വെള്ളമടിച്ച് തീ കെടുത്താൻ വേണ്ടി അല്പം ഒന്ന് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീയുടെ കാഠിന്യം ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടരുന്നത് അല്പം ഒന്ന് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ, അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഏതാണ്ട് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. 3 നിലയുള്ള വലിയ ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് ആണ് ഇത്തരത്തിൽ പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇവിടെ വ്യാപാരികളൊക്കെ തന്നെയാണ് ഇവിടെ തടിച്ച് കൂടി നിൽക്കുന്നത്. അപ്പോൾ ആളുകൾ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്നു. നമുക്ക് പ്രതികരണം തരാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടെ എത്രത്തോളം കടമുറികൾ കത്തി നശിച്ചു എന്നൊരു വിവരം അത് പോലീസ് ഈ വ്യാപാരികളെ സംബന്ധിച്ച് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാപാരികളെ ഇപ്പോൾ വ്യാപാരി വ്യവസായ സമിതി ഏകോപന സമിതിയിലെ ആളുകൾ കൂടി തന്നെ നമ്മൾ ചേർന്നു. എത്ര കടമുറികൾ കത്തി നശിച്ചിട്ടുണ്ടെന്ന് ഞങ്ങള് ഇന്ന് ജനകീയ സമിതിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ ഒരു ട്രാൻസ്ഫോർമറിനാണ് കണക്ഷൻ പോയത്. നമ്മൾ വരുന്ന സമയത്ത് ഒരു ഷോപ്പുണ്ട്, ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിടത്താൻ പറ്റുമെന്ന് ഞങ്ങൾ ഉടൻ തന്നെ നമ്മൾ പറഞ്ഞു. പക്ഷേ
ഏകദേശം 100-ലേറെ ഷോപ്പുകളായി സാർ. ഞങ്ങൾ 42 നേരത്തെ പറഞ്ഞത്. ഇപ്പൊ 3 കോംപ്ലക്സുകൾ പൂർണ്ണമായി കത്തിയിരിക്കുകയാണ്. നമ്മുടെ മെമ്പർമാർ സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് കെടുത്താനുള്ള സംവിധാനം ആക്കി തരണം. കാരണം ഇവിടെയുള്ള അധികാരികൾ ഇപ്പോൾ 4 പിന്നെ ഫയർഫോഴ്സാണ് ആകെ വന്നിരിക്കുന്നത്. നമ്മൾ അവർ കുറ്റം പറയുന്നതല്ല, പക്ഷെ അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ വിധി, ഇതുപോലത്തെ വിധി ആരും വരില്ല എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ എല്ലാവരും, പക്ഷെ ഇതിലാരും ആളുകൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ പരമാവധി ആളുകൾ സാധനങ്ങളും ഫയലുകളും എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പിന്നീട് നിയന്ത്രണം ആളിക്കത്ത് ചെയ്ത് സാറേ, ആളിക്കത്ത് ചെയ്ത്. ഇത് ഇനി എന്താവുന്നത് നമുക്കറിയില്ല. ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളത് വളരെ സങ്കടം സാറേ. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമ്മളിത് കാണുന്നത്. നമുക്കറിയാം, തളിപ്പറമ്പ് പട്ടണത്തിലെ ഒരു കുടുംബം തന്നെ നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത്. നമുക്ക് പ്രാഥമികമായിട്ട് എത്ര അതെങ്ങനെ ഒരു 100-നടുത്തുണ്ടാവും. ആളുകൾ ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ആർക്കും പരിക്കില്ല. അത് തന്നെയാണ് ഒരു വല്ലാതൊരു ആശ്വാസമായിട്ട് കാണുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ കാണുന്ന അവസ്ഥ എല്ലാവർക്കും അറിയാലോ അതിന്റെ. അപ്പൊ അതെങ്ങനെയെങ്കിലും കെടുത്താനുള്ള സജ്ജീകരണങ്ങളാണ് എല്ലാവരും, ഫയർഫോഴ്സ് ആയാലും സംഘടനാ ഓരോ സഹായ സംഘടനകൾക്കുണ്ട്. അവരൊക്കെ പരമാവധി എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. നഗരസഭ ചെയർപേഴ്സണാണ്, തളിപ്പറമ്പ് നഗരസഭ ചെയർപേഴ്സണാണ് നമ്മൾ സംസാരിച്ചത്. ഏതാണ്ട് 100-നടുത്ത് കടമുറികൾ ഇവിടെ കത്തി എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് മിഥുൻ. കാരണം അത്ര വലിയ രീതിയിലാണ് തീ പടർന്നിരിക്കുന്നത്. 100-ലധികം കടകളിലേക്ക് തീ പടർന്നതായാണ് അവിടെയുള്ളവർ പറയുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തത് ഇപ്പോഴും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ആദ്യം തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും അറിയിച്ചതാണ്. പക്ഷേ എത്താൻ അല്പം താമസിച്ചു എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഉപജീവന മാർഗമാക്കിയവരാണ് നേരത്തെ വിഷമത്തോടുകൂടി പറഞ്ഞത് തങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ ആരും കുടുങ്ങിക്കിടപ്പില്ല, എല്ലാവരെയും പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും വരുന്ന മണിക്കൂറുകളിൽ എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. മിഥുൻ പിള്ളയാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.